നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2025 ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്കഷൻ ആണ്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ഫാക്ട് US ഓപ്പണെ കുറിച്ചാണ്. 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആരിയാന സാബലെങ്ക. ആരിയാന സാബലെങ്കയുടെ സ്വദേശം ബെലാറസ്. അപ്പൊ ബെലാറസുകാരിയായ ആരിയാന സാബലെങ്കയ്ക്കാണ് 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ലഭിച്ചത്. ആരെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ അമാൻഡ അൻസിമോവ. അമേരിക്കയുടെ അമാൻഡ അൻസിമോവയെയാണ് ആരിയാന സാബലെങ്ക പരാജയപ്പെടുത്തിയത്. പുരുഷ സിംഗിൾസ് US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. ആരാണ്? കാർലോസ് അൽക്കാരസ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ജാനിക് സിന്നറെയാണ് പരാജയപ്പെടുത്തിയത്. ആര് പരാജയപ്പെടുത്തിയത്? കാർലോസ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത്. അപ്പൊ ആരിയാന സാബലെങ്ക, കാർലോസ് അൽക്കാരസ്, ഇവര് രണ്ടുപേരുമാണ് US ഓപ്പൺ 2025 ജേതാക്കൾ. കിട്ടിയോ ഫാക്ട്? ഇനി ഒരു ഡേറ്റ് ആണ്, സെപ്റ്റംബർ 8. സെപ്റ്റംബർ 8ന്റെ പ്രത്യേകത എന്താ? അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമാണ്. ഇന്റർനാഷണൽ ലിറ്ററസി ഡേ. അത് തന്നെ PSC ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 8. 2025 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം ചോദിച്ചാൽ പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദ ഡിജിറ്റൽ ഇറ എന്നതാണ്. പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദ ഡിജിറ്റൽ ഇറ. പ്രൊമോട്ടിംഗ് ലിറ്ററസി ഇൻ ദ ഡിജിറ്റൽ ഇറ എന്നതാണ് 2025 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം. ഓക്കെ, അടുത്ത ഫാക്ട് സുശീല കാർക്കി. ആരാണ് സുശീല കാർക്കി? നേപ്പാളിന്റെ ആദ്യത്തെ വനിതാ ഇടക്കാല പ്രധാനമന്ത്രി. അപ്പൊ നിങ്ങള് നേപ്പാളില് ജൻസി പ്രക്ഷോഭം നടന്ന കാര്യമൊക്കെ അറിഞ്ഞു കാണും. അപ്പൊ ജൻസി പ്രക്ഷോഭം, ജൻസികൾ എന്നാൽ 1997 2012 ഇടയ്ക്ക് ജനിച്ച ജനതയാണ് ജൻസി. 2025 സെപ്റ്റംബർ മാസം നേപ്പാളില് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നിരോധിച്ചിരുന്നു. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നേപ്പാളിൽ നിരോധിച്ച സാഹചര്യത്തിൽ ഈ ജൻസികൾ നിരത്തിലിറങ്ങി പ്രക്ഷോഭം ആരംഭിച്ചു. നേപ്പാൾ പാർലമെന്റ്, സുപ്രീം കോടതി മുതലായവയൊക്കെ അഗ്നിക്കിരയാക്കി. അപ്പൊ ആ കാരണം കൊണ്ട് തന്നെ ജൻസി പ്രക്ഷോഭത്തെ തുടർന്ന് നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായ KP ശർമ്മ ഒലി രാജിവെച്ചു. KP ശർമ്മ ഒലി രാജിവെച്ചതിനെ തുടർന്നാണ് ഒരു ഇടക്കാല പ്രധാനമന്ത്രി നേപ്പാളിൽ വന്നത്. ആരാണത്? സുശീല കാർക്കിയാണ്. സുശീല കാർക്കി. അപ്പൊ ജൻസികൾ എന്നാൽ 1997 2012 ഇടയ്ക്ക് ജനിച്ച ആൾക്കാരാണെന്ന് ഓർക്കുക. ഓക്കെ, ജൻസി പ്രക്ഷോഭം അടുത്തിടെ നടന്ന രാജ്യം ചോദിച്ചാൽ നേപ്പാളാണ്. അടുത്തിടെ നേപ്പാളിലെ പ്രധാനമന്ത്രി രാജിവെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താ? KP ശർമ്മ ഒലി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി എവിടെയാണ്? ടോക്കിയോ. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി എവിടെയാണ്? ടോക്കിയോ, ജപ്പാൻ. അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൾച്ചർ കൺസർവേഷൻ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി വൾച്ചർ കൺസർവേഷൻ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അസമാണ്. അസം. അപ്പോ ഈ ഒരു ക്ലാസ് കണ്ടിട്ട് ഇതിന്റെ പരീക്ഷ ക്യുസിന്റെ രൂപത്തില് നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ടെലഗ്രാം ചാനൽ കയറി ജോയിൻ ചെയ്തേക്കാം. ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് പോണേ. നിങ്ങളുടെ എന്തെങ്കിലും ഒപ്പീനിയൻസ് പറയാനുണ്ടെങ്കിൽ അതുകൂടി താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഇനി നിങ്ങളോടുള്ളൊരു ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വയോജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആ ഒരു ഉത്തരം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കേരളത്തിലെ ആദ്യത്തെ വയോജന കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആര്? ഉത്തരം താഴെ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക്കിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് വെച്ചേക്കണം. അതിനകത്ത് ഞാൻ ഷുവർ ഷോർട്ട് GK അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് എന്ന് ഇൻസ്റ്റഗ്രാമിൽ കയറി സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ അതിന്റെ ലിങ്കും കൂടി ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം. പിന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പില്
നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കോഴ്സുകളും ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് LDC ലോങ് ടേം ബാച്ച് അടക്കം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. LDC ലോങ് ടേം ബാച്ചിന്റെ ഫീസ് 1499 മാത്രമേ വരുന്നുള്ളൂ. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസുകളാണ്. 1399, 1499 ഒക്കെ ഫീസ് വരുന്നുള്ളൂ കേട്ടോ. അപ്പൊ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്യുക, സീറ്റുകൾ തീരുന്നതിന് മുന്നേ. ഓക്കെ, അപ്പൊ അടുത്ത ഫാക്ടിലേക്ക് പോകാം. രാജ്യത്ത് ആദ്യത്തെ നഗര നയം രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ നഗര നയം രൂപീകരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കഴിഞ്ഞ ക്ലാസ്സില് രാജ്യത്തെ ആദ്യത്തെ വിദ്യാഭ്യാസ നയം, സ്വന്തമായിട്ട് ഒരു വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണെന്ന് പറഞ്ഞില്ലേ? ഇത് രാജ്യത്തെ ആദ്യത്തെ നഗര നയം രൂപീകരിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കപാത ഏതാണ്? ജനസു തുരങ്കപാതയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കപാത ഉത്തരാഖണ്ഡിലാണ് നിലവിൽ വരുന്നത്. 14.57 കിലോമീറ്റർ ആണ് ഈ ഒരു തുരങ്കപാതയുടെ നീളം. 14.57 കിലോമീറ്റർ. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് ജനസു തുരങ്കപാത എന്ന് ഓർക്കുക. കൈലാഷ് സത്യാർത്ഥി മലാല യൂസഫ്സായോടൊപ്പം സമാധാനത്തിന്റെ നൊബേൽ സമ്മാനം പങ്കിട്ടയാൾ, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപകൻ, ബാലവേലക്കെതിരെ പോരാടുന്ന വ്യക്തി ആരാണ്? കൈലാഷ് സത്യാർത്ഥി. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ദിയാസ്ലൈ. ദിയാസ്ലൈ എന്നത് ആരുടെ ആത്മകഥയാണ്? കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ്. ആർത്തവ ശുചിത്വത്തെ കുറിച്ചുള്ള അവബോധം ഉറപ്പാക്കാൻ വേണ്ടി ഒരു പദ്ധതി രൂപീകരിച്ചു. ആ പദ്ധതിയുടെ പേരാണ് തിങ്കൾ. അപ്പൊ തിങ്കൾ എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആർത്തവ ശുചിത്വ അവബോധം. ആർത്തവ ശുചിത്വ അവബോധം നൽകാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് തിങ്കൾ. അടുത്തതൊരു ഓപ്പറേഷൻ ആണ്, ഓപ്പറേഷൻ റാഹത്ത്. ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ റാഹത്ത്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ ഓപ്പറേഷൻ നടത്തിയത്? പഞ്ചാബ്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ 2025 സെപ്റ്റംബർ മാസം ഉണ്ടായ പ്രളയം, അപ്പോ അതിന്റെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ റാഹത്ത്. ഓർക്കുക. 2024-25 സമുദ്രോൽപാദന കയറ്റുമതിയുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ സമുദ്ര ഉൽപാദന കയറ്റുമതി നടത്തുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്, 2ാം സ്ഥാനം തമിഴ്നാട്, 3ാം സ്ഥാനം കേരളം. അപ്പോൾ 2024-25 ആ ഒരു വർഷത്തെ കണക്കെടുത്താൽ സമുദ്രോൽപാദന കയറ്റുമതിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്, 2ാം സ്ഥാനം തമിഴ്നാട്, 3ാം സ്ഥാനം കേരളം. ഓക്കെ. കാജിക്കി എന്നതൊരു ചുഴലിക്കാറ്റാണ്. അടുത്തിടെ വിയറ്റ്നാമിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ് കാജിക്കി. കാജിക്കി എന്നത് അടുത്തിടെ വിയറ്റ്നാമിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിന്റെ പേരാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? ക്ലാസ് ഇരുന്ന് തന്നെ പഠിച്ചില്ലേ? ഇതിന് പഠിക്കാൻ വേറെ ഇനി സമയം വേണോ? വേണ്ടല്ലോ. ഒന്ന് ഓടിച്ചൊന്ന് നിങ്ങൾ നോക്കുക. 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ്, പുരുഷ സിംഗിൾസ് പേര് മനസ്സിലോർക്കണേ. സാക്ഷരതാ ദിനം എന്നാണെന്ന് ഓർത്തല്ലോ. 2025 പ്രമേയം ഓർക്കുക. സുശീല കാർക്കിയാണ് നേപ്പാളിലെ ആദ്യത്തെ വനിതാ ഇടക്കാല പ്രധാനമന്ത്രി. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 വേദി എവിടെയാണെന്ന് ഓർത്തല്ലോ. വൾച്ചർ കൺസർവേഷൻ പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അസമാണ്. ആദ്യത്തെ നഗര നയം കേരളം. നീളം കൂടിയ റെയിൽവേ തുരങ്കം ഏതാണ്? ജനസു ആണ്. കൈലാഷ് സത്യാർത്ഥിയുടെ ആത്മകഥയുടെ പേര് ഓർക്കുക. ആർത്തവ ശുചിത്വം തിങ്കൾ എന്ന പദ്ധതി ഓർക്കുക. ഓപ്പറേഷൻ റാഹത്ത് ഓർക്കുക. സമുദ്ര ഉൽപാദന കയറ്റുമതി 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം ഓർക്കുക. കാജിക്കി ചുഴലിക്കാറ്റ്. അപ്പോ ക്ലിയർ ആയില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോകണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തേക്കാം. എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നേ. അപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അറിവ് പകർന്നും കൂടെ കൊടുക്കുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്ലാസ്സിനെ പറ്റി എല്ലാവരെയും ഒന്ന് അറിയിപ്പിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്